Welcome all of you. Tahmanana. Antiepileptic drugs pharmacology video series le nammade 6th video aanu 6th video aanu. Ee video il nammal discuss cheyyunnathu lamotrigine ennu parayunna marunnaanu. Lamotrigine patti maatramaanu nammal discuss cheyyunnathu. Lamotrigine oru broad spectrum antiepileptic marunna. Broad spectrum focal-lum generalized-lum ekka effective aanengil mechanism of action is diverse. Anganeyekku ulladineyanu nammal broad spectrum ennu parayunnu. Nammal aadyam kandathu valproated broad spectrum aanu nammal paranju. Chemically lamotrigine മറ്റുള്ളവയിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ്. ഇതിനെ ഒരു ഫിനൈൽ ട്രയാസിൻ ടൈപ്പ് ഓഫ് റിംഗ് ആണ് ഇതിനുള്ളത്. സോ ദാറ്റ്സ് എ ഡിഫറെന്റ് തിങ് അബൌട്ട് ദിസ് ലാമോട്രിജിൻ. ഇനി ലാമോട്രിജിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ വിവിധ തരത്തിലുള്ള മെക്കാനിസം ആണ് ഈ മരുന്നുകൾക്ക് പറയാം. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയാം. ബേസിക്കലി അടിസ്ഥാനപരമായി ദിസ് എ സോഡിയം ചാനൽ ബ്ലോക്കർ തന്നെയാണ്. സോഡിയം ചാനൽ ഇൻഹിബിഷൻ ആണ് ഇതിന്റെയും പ്രധാനപ്പെട്ട പ്രവർത്തനം. സോഡിയം ചാനൽ ഇൻഹിബിഷൻ നമ്മൾ പഠിച്ചത് കാർബമൈസെപ്പിൻ പഠിച്ചു, ദെൻ ഫെനിറ്റോയിൻ, ഇതെല്ലാം സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ് ആയിട്ടാണ് നമ്മൾ പഠിച്ചത്. സോ ന്യൂറോണൽ മെംബ്രെയിനെ സ്റ്റെബിലൈസ് ചെയ്യും. ന്യൂറോണൽ മെംബ്രെയിൻ സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡയറക്ട്ലി ലാമോട്രിജിൻ ഗ്ലൂട്ടമേറ്റ് റിലീസ് കുറയ്ക്കും. ഇപ്പോൾ ഇത് മെംബ്രെയിൻ ആണെങ്കിൽ ഈ മെംബ്രെയിനെ സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂറോണൽ ഇവിടുന്ന് ഗ്ലൂട്ടമേറ്റ് ഒക്കെ റിലീസ് ചെയ്യുന്നതും കുറയ്ക്കുന്നുണ്ട്. ഇനി ഗ്ലൂട്ടമേറ്റിന്റെ റിസപ്റ്റർ, പലതരത്തിലുള്ള റിസപ്റ്റർ ഉണ്ട്. അതിലൊരെണ്ണമാണ് ആംപയിലും ബ്ലോക്കിംഗ് ആക്ഷൻ ഉണ്ട് എന്ന് ചില പഠനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഫാർമക്കോളജി ടെക്സ്റ്റ് ബുക്കുകളിലൊന്നും അത് കാണുന്നില്ല. പക്ഷെ ബേസിക്കലി ഗ്ലൂട്ടമേറ്റ് എന്ന് പറയുന്ന എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് കുറയ്ക്കുന്നു. സോ റിലീസ് ഗ്ലൂട്ടമേറ്റ് റിലീസ് എന്ന് നമുക്ക് തൽക്കാലം എഴുതാം. ഇതാണ് രണ്ട് മെക്കാനിസം. ഇനി മൂന്നാമത്തത് ബിക്കോസ് ഓഫ് ഇറ്റ്സ് യൂസ് ഇൻ ആബ്സെന്റ് സീഷേഴ്സ് ഓർ പെറ്റിറ്റ്മാലിൽ സാധാരണ ടി ടൈപ്പ് കാൽഷ്യം ചാനൽ, ട്രാൻസിയൻ കാൽഷ്യം ചാനൽ ഇൻ ദ തലാമസ്, അതിനാണ് തടയേണ്ടത്. ഇതിന് എഫക്റ്റ് ഉണ്ട് ഈ മരുന്ന്. FDA അപ്രൂവ്ഡ് യൂസ് അല്ല, പക്ഷെ അല്ലാതെ വൈഡ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. സോ ഇറ്റ് ഹാസ് ഗോട്ട് സം കാൽഷ്യം ചാനൽ. അത് പറയുന്നത് എൻ ടൈപ്പ് ഓർ ന്യൂറോണൽ ടൈപ്പ് കാൽഷ്യം ചാനൽ ഇൻഹിബിഷൻ. സോ കാൽഷ്യം ചാനൽ ഇൻഹിബിറ്റർ ആയിട്ട് കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് അടുത്തൊരു മെക്കാനിസംസ്. മറ്റൊരു മെക്കാനിസം HCN ചാനലാണ്. HCN ചാനൽ നമ്മൾ എവിടെ കേട്ടിട്ടുള്ള ഹൈപ്പർ പോളറൈസേഷൻ ആൻഡ് സൈക്ലിക് ന്യൂക്ലിയോടൈഡ് ഗേറ്റഡ് ചാനൽ. ഹൃദയം പഠിക്കുമ്പോഴത്തേക്കും ഫണ്ണി ചാനൽ എന്നൊക്കെ പഠിക്കുന്നതാണ്. സോ ഇവർ പറയുന്നത് ഗിൽമാൻ പ്രകാരമാണ് ഞാൻ പറയുന്നത്. ഈ HCN ചാനൽ ഡെൻഡ്രൈറ്റിക് എൻഡ് ആണെന്ന് വിചാരിക്കുക. അവിടെ HCN ചാനലിനെ ഇൻഹിബിറ്റ് ചെയ്യുമ്പോൾ ഈ ഡെൻഡ്രൈറ്റിക് എൻഡ്സ് അത് ആക്ഷൻ പൊട്ടൻഷ്യലൊക്കെ ഇൻഹിബിറ്റഡ് ആകുന്നു എന്നാണ്. വലിയ ഡീപോളറൈസേഷനോ വലിയ ഹൈപ്പർ പോളറൈസേഷനോ ഒന്നും നടക്കാതെ ഡെൻഡ്രൈറ്റിക് എൻഡ് സ്റ്റെബിലൈസ് ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് ആക്ഷൻ പൊട്ടൻഷ്യൽ വരികയാണെങ്കിൽ അത് എടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയും ഒരു ആക്ഷൻ പറയുന്നുണ്ട്. സോ HCN ചാനലിലെ സ്റ്റെബിലൈസേഷൻ ആണ് ഒരു ആക്ഷൻ പറയുന്നത്. ദെൻ ഇത്രയും ആക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏതിലാണ് ആക്ഷൻ ഇല്ലാത്തതെന്ന് പറയണം. അത് ഗാബയിലാണ്. ഗാബയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ആക്ഷനും ഈ ലാമോട്രിജിൻ എന്ന് പറയുന്ന മരുന്നില്ല. സോ നോ ഗാബ റിലേറ്റഡ് ആക്ഷൻസ്. സോ ആക്ഷൻസ് പ്രധാനപ്പെട്ട ഇതാണ് സോഡിയം ചാനൽ ഇൻഹിബിഷൻ തന്നെയാണ്. ദെൻ പറയാവുന്നത് ഗ്ലൂട്ടമേറ്റ് റിലീസ് ആൻഡ് ടൈപ്പ് കാൽഷ്യം ചാനൽ ഇൻഹിബിഷൻ. ഇത്രയാണ് പ്രധാനപ്പെട്ട ഇതിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. ഇനി കൈനറ്റിക്സ് പാർട്ട് പറയുകയാണെങ്കിൽ കൈനറ്റിക്സിൽ നമുക്ക് പറയാനുള്ളത് പ്രധാനപ്പെട്ട മെറ്റബോളിസമായിട്ട് റിലേറ്റഡ് പാർട്ട് മാത്രമേ ഉള്ളൂ. ദിസ് ലാമോട്രിജിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നോ എൻസൈം ഇൻഡക്ഷൻ. എൻസൈം ഇൻഡക്ഷനും ഇല്ല, എൻസൈം ഇൻഹിബിഷനും ഇല്ല. സോ ദിസ് ഈസ് ഫ്രീ ഓഫ് ദീസ് തിങ്സ്. നമ്മൾ ആന്റിഎപ്പിലെപ്റ്റിക്സ് ഒക്കെ പഠിക്കുമ്പോൾ ഏറ്റവും ആന്റിഎപ്പിലെപ്റ്റിക് ഡ്രഗ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരിക എൻസൈം ഇൻഡ്യൂസേഴ്സ് ആണ്. വാൽപ്രോവേറ്റ് ആണെങ്കിൽ എൻസൈം ഇൻഹിബിറ്റർ ആണെന്ന് നമുക്കറിയാം. സോ ഈ മരുന്നിന് അത് രണ്ട് ആക്ഷനും ഇല്ല. പക്ഷെ മരുന്ന് നശിക്കുന്നത് ഒരു വഴി ഗ്ലൂക്കറോണിഡേഷൻ, ഫേസ് ടു മെറ്റബോളിസത്തിലെ ഗ്ലൂക്കറോണിഡേഷൻ വഴി നശിക്കുന്നതിന് UGT1A4 വഴിയാണ് നശിക്കുന്നത്. UGT1A4നെ തടയാൻ പറ്റുന്ന മരുന്നാണ് വാൽപ്രോവേറ്റ് ക്യാൻ ഡിക്രീസ് ദിസ്. സോ അപ്പോൾ മരുന്നിന്റെ ലെവൽസ് ശരീരത്തിൽ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഓക്കെ, സം അറൌണ്ട് 50% ഇരട്ടിയായിട്ട് വർദ്ധിക്കാൻ ചാൻസ് ഉണ്ട്. സോ വാൽപ്രോവേറ്റ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, കൊടുക്കേണ്ടി വരാറില്ല മിക്കവാറും, കൊടുക്കുകയാണെങ്കിൽ ടു റെഡ്യൂസ് ദ ഡോസ് ഓഫ് ലാമോട്രിജിൻ. മറ്റേ എഡീസ് ഇപ്പോൾ ഫെനിറ്റോയിൻ, കാർബമൈസെപ്പിൻ അതൊക്കെ ഇൻഡ്യൂസർ ആണ്. സോ ദിസ് ക്യാൻ ഇൻഡ്യൂസ് അപ്പോൾ ഒരു 40% ഓഫ് ഡ്രഗ് റിഡക്ഷൻ. ഡ്രഗിന്റെ എമൗണ്ട് 40% കുറയ്ക്കും. ദെൻ ഈസ്ട്രോജൻ കാര്യമായിട്ട് കുറയ്ക്കുന്നുണ്ട്. ദെൻ പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ് HIV-ലൊക്കെ ഉപയോഗിക്കുന്ന HIV പ്രോട്ടിയേസ് ഇൻഹിബിറ്റേഴ്സ്. സോ ഈ മരുന്നുകളും ഒരു 50% ഈ മരുന്നിന്റെ എമൗണ്ട് കുറയ്ക്കും. സോ ദിസ് അബൌട്ട് ഇറ്റ് കൈനറ്റിക്സ്. നൗ കമ്മിങ് ടു ദ യൂസസ്. ലാമോട്രിജിന്റെ ഉപയോഗങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇറ്റ്സ് എ ബ്രോഡ് സ്പെക്ട്രം ആന്റി എപ്പിലെപ്റ്റിക് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. സോ വി ക്യാൻ യൂസ് ഇൻ ഫോക്കൽ സീഷേഴ്സിൽ നമുക്ക് ഉപയോഗിക്കാം, ഫോക്കൽ ഓൺസെറ്റിൽ നമുക്ക് ഉപയോഗിക്കാം. ദെൻ ഫോക്കൽ ടു GTCS ആവുകയാണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ദെൻ പ്ലെയിൻ GTCSലും നമുക്ക് ഉപയോഗിക്കാം. സോ ജനറലൈസ്ഡിലും നമുക്ക് ഉപയോഗിക്കാം. ദെൻ ആബ്സെന്റ് സീഷേഴ്സിൽ ഉപയോഗം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ ആബ്സെൻസിൽ വൈഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, സിമ്പിൾ ആബ്സെൻസിലാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതിവിടെ ഈ ഉപയോഗം FDA അപ്രൂവ്ഡ് അല്ല, FDA-ൽ ഈ ഉപയോഗം ഞാൻ കാണുന്നില്ല. പക്ഷെ ഇറ്റ് ഈസ് ബീൻ സെഡ് ആസ് ലാമോട്രിജിൻ ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ സിമ്പിൾ ആബ്സെൻസ് സീഷേഴ്സ്. ദെൻ അനദർ യൂസ്, ഇതെല്ലാം അപ്രൂവ്ഡ് ആണ് കേട്ടോ, ഇതെല്ലാം അപ്രൂവ്ഡ് യൂസ് ആണ്. അനദർ യൂസ് ഈസ് ഇൻ ലെനോക്സ് ഗസ്റ്റ് ഔട്ട് സിൻഡ്രോം. ഓക്കെ, ലെനോക്സ് ഗസ്റ്റ് ഔട്ട് സിൻഡ്രോമിൽ ഉപയോഗിക്കാൻ. ലെനോക്സ് ഗസ്റ്റ് ഔട്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സിൻഡ്രോം, മൾട്ടിപ്പിൾ ടൈപ്പ് ഓഫ് എപ്പിലെപ്സീസ് ഉണ്ടാകാം. അതിൽ ജനറലൈസ്ഡ് സീഷേഴ്സ് വരികയാണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ ലാമോട്രിജിൻ നമുക്ക് ഉപയോഗിക്കും. ദെൻ ഇതെല്ലാം എപ്പിലെപ്റ്റിക് യൂസ് ആണ്. എപ്പിലെപ്സി അല്ലാതെയുള്ള യൂസ് ആണ് ഇൻ ബൈപോളാർ ഡിപ്രഷൻ. ബൈപോളാർ ഡിപ്രഷനിൽ നമുക്ക് ഉപയോഗിക്കും. ബൈപോളാർ ഡിപ്രഷനിൽ ലാമോട്രിജിൻ അപ്രൂവ്ഡ് ഡ്രഗ് ആണ്. ഓക്കെ, ലാമോട്രിജിൻ ഇസ് എൻ അപ്രൂവ്ഡ് ഡ്രഗ്. സോ ഇറ്റ്സ് എ മൂഡ് സ്റ്റെബിലൈസർ ഡ്രഗ് കൂടിയാണ്. മൂഡ് സ്റ്റെബിലൈസർ ഇപ്പൊ നമ്മളിപ്പോൾ 3 നമ്മൾ കണ്ടു. കാർബമൈസെപ്പിൻ മൂഡ് സ്റ്റെബിലൈസർ ആണെന്ന് പറഞ്ഞു, വാൽപ്രോവേറ്റ് മൂഡ് സ്റ്റെബിലൈസർ ആണെന്ന് പറഞ്ഞു. ദെൻ നൗ ലാമോട്രിജിൻ ഈസ് ഓൾസോ അനദർ ഡ്രഗ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ബൈപോളാറിലെ ഡിപ്രഷനിലാണ് ഇത് ഉപയോഗിക്കുക. ബൈപോളാർ ഡിപ്രഷൻ അസോസിയേറ്റഡ് ബൈപോളാറിലാണ് നമ്മൾ ലാമോട്രിജിൻ കൊടുക്കുക. ഇതാണ് മറ്റു യൂസ്. ഇനി ബാക്കിയുള്ള യൂസസ് ഇൻ ചില വേദന കണ്ടീഷൻസിലൊക്കെയാണ്. വേദന കണ്ടീഷൻസിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഡിസ്റ്റൽ സെൻസറി ന്യൂറോപ്പതി ഇൻ HIV അങ്ങനെയൊക്കെയുള്ള രോഗാവസ്ഥയിൽ കൊടുക്കാറുണ്ട്. ദെൻ ട്രൈജെമിനൽ ന്യൂറാൾജിയയിൽ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ട്രൈജെമിനൽ നമുക്കറിയാം കാർബമൈസെപ്പിൻ ആണ് പ്രിഫേർഡ് ഡ്രഗ്. ഇതെല്ലാം പ്രിഫേർഡ് ഡ്രഗ് വേണമെങ്കിലും വേണമെങ്കിൽ ഈ കണ്ടീഷൻസിലൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു മരുന്നാണ് ലാമോട്രിജിൻ. ഇനി നമുക്ക് അഡ്വൈസ് എഫക്റ്റും ലേബിൾഡ് വാർണിംഗും കാര്യങ്ങൾ കൂടി പറഞ്ഞാൽ നമുക്ക് നിർത്താം. 2-3 ലേബിൾഡ് വാർണിംഗ് ഉണ്ട് മരുന്നിന്. ഒന്ന് സീരിയസ് റാഷസ്. സീരിയസ് എന്ന് പറഞ്ഞാൽ സീരിയസ് തന്നെയാണ് അതിന്റെ അർത്ഥം. സീരിയസ് റാഷസ് ലൈക്ക് SJS or 10. ഇതാണ് SJS മീൻസ് സ്റ്റീവൻ ജോൺസൺ സിൻഡ്രോം ആണ്. 10 മീൻസ് ടോക്സിക് എപ്പിഡെർമൽ നെക്രോലൈസിസ്. സോ തൊലിയൊക്കെ ഇളകി പോകുന്നവരെ അപൂർവമായിട്ടുണ്ടാകുന്ന സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ്, പ്രത്യേകിച്ച് ഇൻ കുട്ടികളിൽ. ചിൽഡ്രനിലാണ് ഇത് കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യത. അപൂർവമാണെങ്കിലും ഇത് ഗുരുതരമായതുകൊണ്ട് സാധാരണ എമർജൻസീസ് കണ്ടീഷൻ, സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് പോലുള്ള അടിയന്തര ഘട്ടങ്ങളിലൊന്നും ഈ മരുന്ന് കൊടുക്കാറില്ല. കാരണം ആർക്കാണ് പ്രശ്നം ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റില്ല. സോ ഇത് തടയാൻ നമ്മൾ സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സ്ലോ ഡോസിൽ തുടങ്ങും. ചെറിയ ലോ ഡോസിൽ തുടങ്ങി പതിയെ ആഴ്ചകളും ഒക്കെ എടുത്ത് ഹയർ ഡോസിലേക്ക് കൂട്ടി കൊണ്ടുവരികയാണ് ഇതിനെ നമ്മൾ ടാക്കിൾ ചെയ്യാനായിട്ട് ചെയ്യാം. ദെൻ രണ്ടാമത്തത് ഹൈപ്പർ സെൻസിറ്റിവിറ്റി തന്നെയാണ്. ഹൈപ്പർ സെൻസിറ്റിവിറ്റി അതിന് ഡ്രസ് എന്നാണ് നമ്മൾ പറയാ. ഡ്രസ് ഈസ് ഫോർ ഡ്രഗ് റിയാക്ഷൻ വിത്ത് ഇസിനോഫിലിക് സിസ്റ്റമാറ്റിക് സിംറ്റംസ്. ഓക്കെ, ഓർഗൻ ഫെയിലിയർ, മൾട്ടി ഓർഗൻ ഫെയിലിയർ വരെ ഉണ്ടാകാവുന്ന കണ്ടീഷനാണ് ഇത്. ദിസ് ഈസ് അനദർ സീരിയസ് അഡ്വൈസ് എഫക്ട്. ഇനി മൂന്നാമത്തെ ഒരു സീരിയസ് അഡ്വൈസ് എഫക്ട്, അത് ഏകദേശം പുതിയൊരു വാർണിംഗ് ആണ്, പുതിയൊരു ലേബൽ വാർണിംഗ് ആണ് വന്നിട്ടുള്ളത്. അതിനെ നമ്മൾ HLH എന്നാണ് പറയാ. HLH എന്ന് വെച്ചാൽ സീരിയസ് ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ആണ്. ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് അതിന്റെ പേര് ഹീമോഫാഗോസൈറ്റിക്. H for ഹീമോഫാഗോസൈറ്റിക് ആൻഡ് L for ലിംഫോഹിസ്റ്റോസൈറ്റോസിസ് എന്ന് പറയുന്ന പ്രശ്നമാണ് ലേബൽഡ് വാർണിംഗ് ആയിട്ട് പുതുതായിട്ട് ലാമോട്രിജിനിൽ ചേർത്തിട്ടുള്ളത്. പക്ഷേ ഈ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, 3 കാര്യങ്ങളും സാധാരണ അപൂർവമാണ്, എങ്കിലും കരുതൽ വേണം ഈ മരുന്നിന്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ടോക്സിറ്റി. ഇനി ഗർഭിണികളിൽ പ്രഗ്നൻസിയിൽ ഇത് ഉപയോഗിക്കാമോ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ എല്ലാ ആന്റിഎപ്പിലെപ്റ്റിക് ഡ്രഗ്സും പ്രഗ്നൻസിയിൽ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്നില്ല, പക്ഷെ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഉപയോഗിക്കുന്നതിൽ ദിസ് ഇസ് ദ ഡ്രഗ് ഓഫ് ചോയ്സ്. ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. പക്ഷെ ഇപ്പോൾ ലെവ്ടൈറാസിറ്റാം ആണ് ഇപ്പോൾ കൂടുതലായിട്ട് ഡ്രഗ് ഓഫ് ചോയ്സ് ആയിട്ട് കാണുന്നത്. പുതിയ പുസ്തകങ്ങളിലൊക്കെയാണ് പ്രിഫേർഡ് ഇതാണ്, ലെവ്ടൈറാസിറ്റാം ആണ്. എങ്കിലും ബിക്കോസ് ഓഫ് ഇറ്റ്സ് യൂസ് കണ്ടിന്യൂസ് വർഷങ്ങളായിട്ടൊക്കെ ഉപയോഗിച്ച് വൈഡ്ലി ആക്സെപ്റ്റഡ് ഡ്രഗ് ഒക്കെ ആയതുകൊണ്ട് പല ഫിസിഷ്യൻസും ഇത് തന്നെ ലാമോട്രിജിൻ തന്നെ ഇപ്പോഴും ഉപയോഗിക്കാം. ബുക്കുകളിലൊക്കെ ഇപ്പോഴും ഡ്രഗ് ഓഫ് ചോയ്സ് ഇതായിരിക്കും കിടക്കുക. ലെവ്ടൈറാസിറ്റാമിലേക്ക് വരുന്നതേ ഉള്ളൂ. ഇനി മറ്റ് ദോഷഫലങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ CNS ഡിപ്രഷൻ മൂലമുള്ള പ്രശ്നങ്ങളാണ്. ഉറക്കമുണ്ടാക്കാം, മയക്കം, ഇംഗ്ലീഷിൽ എഴുതുന്നില്ല, മലയാളത്തിൽ തന്നെ, തളർച്ച, ഫറ്റീഗ് ഒക്കെയാണ്. ഡിപ്ലോപ്പിയ, അറ്റാക്സിയ എന്ന് വെച്ചാൽ ബാലൻസ് ഒക്കെ തെറ്റൽ, ദെൻ ഹെഡേക്ക്. സോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് സാധാരണ ഉണ്ടാകുന്ന സാധാരണ സോ യൂഷ്വൽ ഡോസ് എന്ന് പറഞ്ഞാൽ 25 മില്ലിഗ്രാമിൽ അങ്ങ് തുടങ്ങും. ദെൻ 50 മില്ലിഗ്രാം. ദെൻ ചിലപ്പോൾ 2-3 ദിവസം ഇട്ട് കൂട്ടും. പിന്നെ ആഴ്ചകൾ 2 ആഴ്ച കൂടുമ്പോഴോ ഒരാഴ്ച കൂടുമ്പോഴോ ഇങ്ങനെ പതിയെ ഒരു സാധാരണ ഡോസ് ഒരു 300 മില്ലിഗ്രാം വരെയൊക്കെ മതിയാകും.
സാധാരണ. ബട്ട് ഇൻ ഒക്കേഷണൽ പീപ്പിൾ ക്യാൻ ബി അപ് ടു 700 മില്ലിഗ്രാം വരെയൊക്കെ കൊടുക്കുന്നുണ്ട്. സോ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഡ്രഗ് ലൈക്ക് ഓൾ ആന്റിഎപ്പിലെപ്റ്റിക്സ് ഒറ്റയടിക്ക് മരുന്ന് നിർത്താൻ പാടില്ല. ഡു നോട്ട് സ്റ്റോപ്പ് ദ ഡ്രഗ് അബ്രപ്റ്റ്ലി. പതിയെ കുറച്ച് കൊണ്ടുവരിക, മറ്റ് മരുന്നുകൾ സ്റ്റെബിലൈസ്ഡ് ചെയ്തിട്ട് മാത്രമേ നിർത്താവൂ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ലമോട്രിജിൻ. ലമോട്രിജിനെ കുറിച്ച് ഇത്രയൊക്കെ ഉള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.